നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു ബുദ്ധി ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 56ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഈ ആഴ്ച ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നടത്തി നല്ല വാല്യുവേഷൻ കണ്ടെത്തുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റോക്കാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു നല്ല സ്റ്റോക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടേതായ അനാലിസിസും കൂടെ നടത്തിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ പേരെന്ന് പറയുന്നത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് ലിമിറ്റഡ്. അപ്പം റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇൻവെസ്റ്ററിന് നല്ലൊരു റിട്ടേൺ കൊടുത്ത ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. 1986 ഫോം ചെയ്ത കമ്പനിയാണ്. നമുക്ക് ഈ കാണുന്നത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാംഗ്ലൂരിൽ ഇതിൻ്റെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. ഫ്ലാറ്റ്, അതുപോലെ തന്നെ IT പാർക്സ്, ഇങ്ങനെയുള്ള ബിൽഡിങ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ റെൻ്റൽ ഫ്ലാറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, ഇങ്ങനെയുള്ള വലിയ വലിയ സിറ്റികളിൽ നല്ല രീതിയിൽ ഇതിൻ്റെ വർക്ക്സ് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ പോയി നിങ്ങൾക്ക് കൂടുതലായിട്ട് കമ്പനീനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും സെക്ടർ റിയൽ എസ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡ് ക്യാപ് സ്റ്റോക്കാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് ലിമിറ്റഡ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി എൻഗേജ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ലീസിങ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 52 വീക്ക് ഹൈ 522, 52 വീക്ക് ലോ 263. അപ്പം ഈ വർഷം തന്നെ 263 നിന്ന് 522 വരെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ 1 മന്ത് റിട്ടേൺ, 1 ഇയർ റിട്ടേൺ ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റൽ, അതായത് നല്ലൊരു മാർക്കറ്റ് ക്യാപിറ്റൽ തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു സൂചനയാണ് നല്ലൊരു മാർക്കറ്റ് ക്യാപിറ്റൽ. 18,539 കോടി രൂപയാണ് ഇവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 91.89 റിയൽ എസ്റ്റേറ്റ് സെക്ടറിൻ്റെ അപ്പം സെക്ടറിൻ്റെ പിയിനേക്കാളും നല്ലൊരു വാല്യുവേഷനാണ് നമുക്ക് ഈ കമ്പനി കിട്ടുന്നത്. 12.73 നമുക്ക് കമ്പനി ലഭിക്കുന്നു. അതുപോലെ തന്നെ സെക്ടറിലെ PB എന്ന് പറയുന്നത് 2.92 ആണ്. അപ്പം സെക്ടറിൻ്റെ PBനേക്കാളും കുറഞ്ഞ PBയിലും നമുക്ക് കിട്ടുന്നു. അപ്പോൾ നല്ല സ്റ്റോക്ക് നല്ല PEയിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ PB വാല്യൂവും ഈ കമ്പനിയുടെ കുറവാണ്. അപ്പോൾ നല്ലൊരു സൂചനയാണ്. അതുപോലെ തന്നെ സെക്ടർ ഡിവിഡൻഡ് ഈൽഡ് 37 പോയിൻറ്റ് സംതിങ് ആണ്. പക്ഷേ ഇവിടെ കമ്പനി ചെറിയൊരു ഡിവിഡൻഡ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ടിക്കർ ടൈപ്പ് അനലിസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ബൈ റെക്കമെൻഡേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന് 88% ആണ് ടിക്കർ ടൈപ്പ് അനലിസ്റ്റ് നമുക്ക് ഒരു റേറ്റിംഗ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് മുമ്പോട്ട് പോകുമ്പം അടുത്ത വർഷം എത്ര വരെ എത്താൻ ചാൻസ് ഉണ്ടെന്നൊരു പ്രിഡിക്ഷൻ നമ്മൾ ടിക്കർ ടൈപ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 462 ആണ്. അപ്പം ഹൈ ഏകദേശം 462 നിന്ന് 35% മുകളിൽ 626 വരെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ടിക്കർ ടൈപ്പ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയൻ 575, അതുപോലെ തന്നെ മാക്സിമം ലോ 328. അപ്പം നല്ലൊരു ഗ്രോത്ത് പ്രൈസ് മൂവ്മെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു കമ്പനി നമുക്ക് പ്രൈസിൽ ഉള്ള പ്രിഡിക്ഷൻ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂവിലും നല്ലൊരു ഗ്രോത്ത് കുറവുണ്ട്. ചെറിയൊരു ഗ്രോത്ത് ഇവിടെ നിന്ന് ഇത് കണ്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും 2020-21 നല്ലൊരു ഗ്രോത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇതിൻ്റെ അത് ചെറിയൊരു റവന്യൂവിൽ കുറവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്നു. കാരണം ലോ 34% താഴെയും ഹൈ 17% മുകളിലുമാണ് ഹൈ കാണിക്കുന്നത്. അപ്പം റവന്യൂവിൽ ചെറിയൊരു കുറവാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഏണിങ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏണിങ്സിൽ നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏണിങ്സിൽ അടുത്ത വർഷം നമുക്ക് വളരെ വലിയൊരു ഏണിങ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഏകദേശം 6200% എബോവ് ആണ് ഏണിങ്സ്
പ്ലസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ലോ തന്നെ 2100% ആണ് ലോ തന്നെ ഏണിങ്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പോസിറ്റീവ് സൈനാണ് ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രോഫിറ്റ് അതിമനോഹരമായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, പ്രോഫിറ്റ് ഇവിടെ നിന്ന് നല്ലൊരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും 2020 നിന്ന് 2021. അപ്പം ഇത് ഈ 2021 ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1460 കോടി രൂപയാണ് ഇതിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് 65% ഹോൾഡ് ചെയ്യുന്നു. ഇത് തന്നെ നല്ലൊരു പോസിറ്റീവ് സൂചനയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലും, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 25% ഈ സ്റ്റോക്ക് കയ്യിലുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, നല്ലൊരു ഗ്രോത്ത് ഭാവിയിലേക്ക് തരും എന്ന് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, സ്റ്റോക്ക് റിട്ടേൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1 മന്തിൽ 6 മന്തിൽ കിട്ടിയ റിട്ടേൺസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് 5 ഇയറിൽ 168% നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. 3 ഇയറിൽ 104%, അതുപോലെ തന്നെ 62% നമുക്ക് 1 ഇയറിലും നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് കമ്പനി. അപ്പോൾ റിട്ടേൺ തന്ന കമ്പനിയാണ്. അപ്പോൾ മുമ്പോട്ടും നല്ല റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി 15.58%, 3 ഇയർ റിട്ടേൺ. അപ്പോൾ നല്ലൊരു ഒരു ROE തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. 15% എബോ ഉള്ള റിട്ടേൺ നമുക്ക് നല്ലൊരു ROE തന്നെയാണ്. അതുപോലെ തന്നെ ROCE 16.21, അതും നല്ലൊരു ROCE തന്നെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. 3 ഇയർ ROCE 15% എബോ നല്ലൊരു ROCE തന്നെയാണ്. ഇനി നമ്മളിവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഡെപ്റ്റ് ടു ഇക്വിറ്റി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റിയിൽ ഒരു കുറവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 0.6 ഡെപ്റ്റ് ടു ഇക്വിറ്റിയാണ്. ബിലോ 1 ഡെപ്റ്റ് ടു ഇക്വിറ്റി നല്ലൊരു പോസിറ്റീവ് മൂഡ് തന്നെയാണ് കാണിക്കുന്നത് കമ്പനിയിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കറൻറ്റ് റേഷ്യോ 1.05, അതായത് 1 മുകളിലുള്ള കറൻറ്റ് റേഷ്യോ ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്കി പിയർ കമ്പനീസ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള നല്ല മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനീസാണ് DLF, മൈക്രോടെക് ഡെവലപ്പേഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. അപ്പം ഈ ഉള്ള കമ്പനീസും നല്ല ഗ്രോത്ത് തന്നെയാണ് തന്നിരിക്കുന്നത്. എങ്കിലും പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു മുമ്പോട്ട്, നല്ലൊരു എല്ലാ രീതിയിലുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസിലും കുറച്ചുകൂടി മുമ്പോട്ട് നിൽക്കുന്നത്. അപ്പം എല്ലാ ഫണ്ടമെൻ്റൽ അനാലിസിസ് ക്വാളിറ്റികളും ഒരേ സ്റ്റോക്കിൽ ലഭിക്കണമെന്നില്ല. ചില പാരാമീറ്റേഴ്സ് കുറച്ച് പുറകോട്ടാവും, ചില പാരാമീറ്റേഴ്സ് കൂടുതലാവും. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിട്ട് നടത്തി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 2020 തൊട്ട് 2022 ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നു. നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റം, അപ് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ടൈമിലേക്ക് കുറച്ച് എമൗണ്ട് തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് പ്രൈസിൽ തന്നെ എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു സപ്പോർട്ട് റീജിയനിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ എമൗണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഏറ്റവും നല്ല ബൈയിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 400-420 റീജിയൻ. 400-420 റീജിയൻ ഏറ്റവും നല്ല ബൈയിങ് റേഞ്ചാണ്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് പ്രൈസിൽ തന്നെ കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം കുറച്ചും കൂടെ 400-420 കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ബൈയിങ് റീജിയൻ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കമ്പനീനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക പോർട്ട്ഫോളിയോ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ലൊരു സിമെൻറ്റ് കമ്പനീനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പല സെക്ടറിലുള്ള നല്ല കമ്പനീസുകൾ മുമ്പോട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.